ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ചോലെ ഭട്ടൂരയിലെ ചോല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിലേക്കായി 2 തക്കാളി, 1 പിടി മല്ലിയില, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 സവോള. ഇതെല്ലാം നന്നായി കഴുകി ചെറുതായി മുറിച്ച് നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. പിന്നെ ഭട്ടൂര ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അതൊന്ന് പോയി കാണണം. സബ് ചെയ്യാതെ കാണുന്നവരാണെന്ന് സബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് അടിക്കണം, കമൻറ്റ് അറിയിക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 1 കപ്പ് ഉപ്പിടാതെ വേവിച്ച കടലയാണിത്. ചൂടായ തവയിൽ എണ്ണയൊഴിച്ച് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ജീരകം ഇട്ടത് പൊട്ടി വരുന്ന നേരത്ത് നമ്മൾ അരച്ചു വെച്ച അരപ്പ് അതിലേക്ക് ചേർത്തി കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഗ്യാസ് ചെറുതീയിലേക്ക് മാറ്റിയിടാം. ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല കൂടി റെഡിയാക്കാനുണ്ട്. അതിനുവേണ്ടി 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ കടല വേവിക്കുമ്പോൾ ചേർത്തിരുന്നു. അതുകൊണ്ട് ഇവിടെ 1/2 സ്പൂണാണ് ഞാൻ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഞാൻ ഒരു നുള്ള് ഗരം മസാല ഇവിടെ ആഡ് ആക്കുന്നുണ്ട്. 1 സ്പൂൺ പഞ്ചാബി ചോലെ മസാല ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പഞ്ചാബി ചോലെ മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഗരം മസാല കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ മതി. സെയിം ടേസ്റ്റ് തന്നെയാണ്, സ്മെല്ലിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നു മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. കയ്യിൽ വെച്ചൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ നമ്മൾക്കതിന് കുറച്ചുകൂടി നല്ല സ്മെല്ല് കിട്ടാൻ നമുക്കത് സഹായിക്കും. ഈ പൊടിയിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് വെള്ളവും ചേർത്താണ് മിക്സ് ചെയ്യുന്നത്. കടല വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഞാൻ ഈ മസാലയിൽ ചേർത്ത് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ വഴറ്റിക്കൊണ്ടിരിക്കുന്ന മസാല നല്ല മൂത്ത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമ്മൾ ഈ കലക്കിയ പൊടികളെല്ലാം അതിലേക്ക് ചേർത്തി കൊടുത്ത് നന്നായി വഴറ്റണം. എന്നിട്ട് വേവിച്ച കടലയും കൂടി ചേർത്തി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചുടുവെള്ളം ഒഴിച്ച് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രേവിക്കനുസരിച്ച് കുറുക്കിയെടുക്കണം. ഈ കറി നമുക്ക് ഭട്ടൂരയുടെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെ, നാനിൻ്റെ കൂടെ, പറാട്ടയുടെ കൂടെ, നമ്മളുടെ ദോശയുടെ കൂടെയും ഈ കറി നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുറച്ച് മല്ലിയില കൂടി ചേർത്താൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.